അടുത്തത് രണ്ടാമത്തെ ചോദ്യം. ധ്രുവം എന്ന സിനിമ ആരംഭിക്കുന്നത് ഏത് റെയിൽവേ സ്റ്റേഷൻ കാണിച്ചുകൊണ്ടാണ്? എ തിരുവനന്തപുരം, ബി വർക്കല, സി നേമം. 20 seconds. ഇതൊരു വല്ലാത്തൊരു കുഴക്കണ ക്വസ്റ്റ്യനായി പോയത്. എനിക്ക് തോന്നുന്നത് അവിടെ ഒരു പാർട്ടി ഒരു സീറ്റ് നേടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് അല്ലേ? അപ്പൊ നിയമമായിരിക്കും. നിയമം. സി. ഞാൻ എടുത്തിട്ട് പൂട്ടി. അവിടെ വെച്ച് പൂട്ടി. അപ്പൊ ഇന്നസെന്റ് ഏട്ടന്റെ എന്താണ് ക്യാരക്ടർ ചെയ്തിട്ടാണല്ലോ പുട്ടുകച്ചവടം തുടങ്ങിയത്. അതെ. അപ്പോ എവിടാ സ്ഥലം? ഞാന് ഇരിഞ്ഞാലക്കുട ഞാൻ പറയാം. പക്ഷെ എന്റെ ശരിക്കുള്ള സ്ഥലപ്പേര് അതിപ്പോ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം മണിച്ചേട്ടൻ ഇരുന്ന് ആ സ്ഥലപ്പേരിനെ വളരെയധികം ഹിറ്റാക്കിയ ഒരാളാണ്. അപ്പൊ ഞാൻ എന്റെ നാട്ടുകാരോട് വളരെ സ്നേഹത്തോട് ഇപ്പോഴും പറയും, കോണോത്ത് കുന്നാണ് എന്റെ സ്ഥലം. കോണത്തില്? ഓണത്തിലല്ല, പിന്നെ കോണത്തുകുന്ന്, കൊണാട്ട് ഹിൽ, ചിലപ്പോ കൗബീനഗിരി എന്നും പറയാം. കൗബീനഗിരി നല്ല സ്ഥലം കേട്ടോ. പക്ഷെ അത് മാറ്റണ്ട, ഞാൻ ചോദിച്ചിടത്ത് നിൽക്കട്ടെ. ഇരിഞ്ഞാലക്കുട പറയാം. അപ്പൊ ഇന്നസെന്റ് ഏട്ടനും ഇരിഞ്ഞാലക്കുട. അതെങ്ങനെ സംഭവിച്ചു? അത് മാത്രല്ല, ഇന്നസെന്റ് ഏട്ടൻ ജനിച്ചത് ഒരു ഫെബ്രുവരി 28-നാണ്. ഞാനും ജനിച്ചത് ഒരു ഫെബ്രുവരി 28-നാണ്. അപ്പൊ എന്റെ വീടിന്റെ താമസത്തിന് വന്ന ഏക വ്യക്തിയാണ് ഇന്നസെന്റ് ഏട്ടൻ. ഇന്നസെന്റ് ഏട്ടൻ അന്ന് വന്നിട്ട് പറഞ്ഞു, ഇവനൊരു വീട് വയ്ക്കാൻ എനിക്ക് കാശ് കൊടുക്കാൻ പറ്റിയില്ല, പക്ഷേ എന്റെ ശബ്ദമെടുത്ത് ഇവന് നല്ലൊരു വീട് വെച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ ചേട്ടനെ ഓർത്തിട്ടൊരു നല്ല സംഭവം, ചേട്ടനൊരു എന്താണ് ഡെഡിക്കേഷൻ? ചേട്ടന്റെ നമുക്കൊരു ഈ പറയാം നേടാം, പണം നേടാം, ഇതിലേക്ക് ഇന്നസെന്റ് ഏട്ടൻ വരുന്നു. ഇപ്പൊ ഇന്നസെന്റ് അവിടെ ഇരിക്കുന്നു. എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു. ചേട്ടൻ എന്തുകൊണ്ട്, സുഖമാണോ? നല്ല വിശേഷം. ഞാനിപ്പോ ഏകദേശം എനിക്ക് തോന്നുന്നത് ശ്രീകുട്ടനെ കണ്ടിട്ട് കുറെ നാളുകളായി. ശ്രീകുട്ടൻ അന്ന് ചില പാട്ടുകളൊക്കെ പാടാൻ വരുമ്പോ ഞാനത് പറഞ്ഞ ഇവിടെ ആൾക്കാരൊക്കെ പല രീതിയിലെടുക്കും. ഈ പറയാം നേടാം, പണം നേടാം, എന്ത് രസമായിട്ടുള്ളൊരു വാക്കാണ്. എനിക്ക് തോന്നുന്നത് ശ്രീകുട്ടനെ പോലെയുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റൂ. കാരണം ചിരിക്കുട്ടെന്നൊരു പേര് ആദ്യമേ തന്നെ. അതിന് എനിക്കിങ്ങനെ ഇതിലൊരു ചെറിയൊരു പരിഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ആലീസിന് ഇതിലേക്ക് വിളിച്ചില്ലല്ലോ എന്നുള്ളൊരു കാരണം ഈ പരിപാടി കഴിഞ്ഞു പോകുമ്പോ അവള് ചോദിക്കും, എന്താ എന്നെ വിളിക്കാൻ? ശ്രീകുട്ടനോട് പറഞ്ഞ എന്നെയും വിളിക്കായിരുന്നില്ലേ? സത്യമാണ്, ഞാൻ വിളിച്ചേനെ. അപ്പോ ഞാൻ അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നത്, ഞാൻ അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നല്ലോ. അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോ ആണ് 2020 എന്ന് പറയുന്ന സിനിമ. അതെ. ആ ഈ 2020 എന്ന് പറയുന്ന സിനിമ വന്നപ്പോ ഈ ലാലിനെയും മമ്മൂട്ടിനെയൊക്കെ സിനിമയിലേക്ക് വന്ന് ഇവരെ ഷൂട്ട് ചെയ്യാൻ വലിയ പ്രയാസമാണ്. അപ്പം ഞാനൊരു നമ്പർ ചെയ്യും. ഞാൻ മമ്മൂട്ടിയോട് വിളിച്ച് പറയും, മമ്മൂട്ടി, നീ ചെന്നില്ലെങ്കിൽ ആ ചെക്കൻ അവിടെ നല്ല കാച്ചും. സ്ക്രീനിൽ വരുമ്പോൾ പിന്നെ നിനക്ക് റോളില്ല എന്ന് പറയരുത്. അങ്ങനെ തന്നെ ഞാൻ പോയി ലാലിനോടും പറയും, ലാലേ നീ കേൾക്കണം, അവിടെ മമ്മൂട്ടി തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കട്ട, നീ ഇവിടെ നിന്ന. അങ്ങനെ അവർ മത്സരിച്ച് അഭിനയിച്ചു. ആ പണം വലിയ ഹിറ്റായി. എന്തായാലും ഈ പറയാം നേടാം പണം നേടാം എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ എന്നെ വിളിച്ചതിൽ വളരെയധികം സന്തോഷം. ശ്രീകുട്ടനും അതുപോലെ തന്നെ അമൃത ടിവിക്കും എല്ലാവിധ ഭാവുങ്ങളും നേരുന്നു. ഇത് ശരിക്ക് ഞാൻ ഈയിടെ കുറെ ഇന്നസെന്റ് ഏട്ടനുമായിട്ട് പല വേദികളും പങ്കുവച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്ന പോലെ തന്നെ ഉണ്ട്. പിന്നെ എനിക്കിട്ടൊരു പണി തന്നു. കാരണം അദ്ദേഹം ഒരു കഥ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, അത് എനിക്കിട്ടൊരു പണിയായി, വല്ലാത്തൊരു പണിയായി. അത് ഞാൻ പറയാം. സി നിയമമാണ് പൂട്ടിയിട്ടിരിക്കുന്നത്. നിയമം ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 4000 രൂപ സമ്മാനമായി ഇപ്പം അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. അയ്യോ ഇത്